ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും തക്കാളിയും കൂടി ഒരു കൂട്ടാനാണ്. അത് ചെമ്മീനിട്ട് നമ്മൾ കുമ്പളങ്ങ വയ്ക്കൂലേ, അല്ലെങ്കിൽ തക്കാളി ഇട്ട് കുമ്പളങ്ങ വയ്ക്കൂലേ, ആ ടേസ്റ്റിന് വരുന്ന രീതിയിൽ അരപ്പുണ്ടാക്കിയെടുക്കുക. ഇത് അരപ്പിലാണ് കേട്ടോ കാര്യമായിരിക്കുന്നത്, ആ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുമ്പളങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുക്കും. ഈ തക്കാളിക്ക് പുളി മതിയാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുളിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ചുള കുടംപുളി ഈ തക്കാളി വെന്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചുള ഒരു കുടംപുളിയാട്ടോ ഞാൻ ഇട്ട് കൊടുക്കണേ. മീൻ കറിക്കും ചെമ്മീത്തിനും ഒക്കെ ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് പിഴിയുന്ന പുളിയല്ല, കുടംപുളി തന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, തക്കാളി വേവട്ടെ. അത് അടുപ്പത്ത് വെച്ചപ്പോൾ ഞാൻ പച്ചമുളകും കരിവേപ്പിലയും മഞ്ഞളും ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി തേങ്ങ, ഇത് ഇത്രയും തേങ്ങ മതി കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾ, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ ഒരു 6-7 മണി മതി. ഇതിപ്പോൾ മുഴുവൻ മല്ലി ഇല്ലാത്ത കാരണം പൊടി ഒരു 1/4 സ്പൂണേ ഉള്ളൂ കേട്ടോ. കുറച്ച് മതി, വളരെ കുറച്ച് മതി. പിന്നെ എരിവിനാവശ്യമായ മുളക്. ഉണക്കമുളക് അരച്ചെടുക്കുകയാണ് ഏറ്റവും സ്വാദ്. പക്ഷേ ഉണക്കമുളകിന് നല്ല എരിവായിരിക്കും. അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചെറിയുള്ളി ഇല്ലേ, ഒരു 3-4 ചെറിയുള്ളി, പിന്നെ ഒരു കരിവേപ്പില, ഒരൊറ്റ മതി കേട്ടോ അരക്കണേൻ്റെ കൂട്ടത്തിൽ. അതും കൂടി ചേർത്ത് വെച്ച് നമുക്ക് ഈ അരപ്പുണ്ടാക്കിക്കൊണ്ട് വരാം. അരപ്പുണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ ആ കരിവേപ്പില കഴുകിയിട്ട് അവിടെ നിലത്ത് വെച്ചത് കേട്ടോ, നിലം തുടച്ചതാണേ. അരപ്പുണ്ടാക്കിക്കൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ തക്കാളി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ചുള കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുടംപുളി ഒന്ന് അതിനകത്തേക്ക് താത്തി വയ്ക്കാം, പുളി ഇറങ്ങണ്ടേ. ഒരുപാട് പുളി ഇറങ്ങാതെ, പുളി ഒരുപാടാകരുത്, കാരണം പച്ചക്കറിയാണിത്. അതുകൊണ്ട് ഒത്തിരി പുളിയായ സ്വാദുണ്ടാവില്ല. അരപ്പ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്തത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരുപാട് അങ്ങ് തിളയ്ക്കരുത് കേട്ടോ. ഈ തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങോട്ട് വെട്ടി തിളയ്ക്കരുത്. ഇങ്ങനെ കുമള പൊട്ടുന്നത് പോലത്തെ അരപ്പ് വരുമ്പോൾ ഈ പാകം വരുമ്പോൾ നമുക്കത് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് കടുക് വറക്കാം. കടുക് വറക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുകിട്ട് ചുമന്നുള്ളി, ഉണക്കമുളകും കരിവേപ്പിലയും കൂടി ചേർത്ത് വേണം വറുത്തിടാനായിട്ട്. അതിൽ ചുമന്നുള്ളി തീർച്ചയായിട്ടും ചേർത്ത് വേണം വറുത്തിടാനായിട്ട്. അങ്ങനെ വറുത്തിട്ടിട്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വീഡിയോ കുറച്ച് ലെങ്തായി പോയിട്ടുണ്ട് കേട്ടോ. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടാതിൻ്റെ ബാക്കിയുള്ള ഭാഗം കാണാൻ പറ്റുമെന്ന് തോന്നണില്ല.